welcome back to my YouTube channel. Hope you are doing good. So ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് എ ട്രാവൽ ബ്ലോഗ്. ട്രാവൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ അങ്ങ് ഒത്തിരി ദൂരോട്ടൊന്നും അല്ല പോകുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഒന്ന് ഗുരുവായൂർ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അഡൾട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ഇപ്പോൾ കുറച്ചൊന്നും ഒരു സ്പിരിച്വൽ റിലീജിയസ് വൈബ് പിടിക്കുന്നതിനോടാണ് താല്പര്യം. സോ ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാവരെയും കാണുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് അവർ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും യൂബറിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് പേടിച്ചു ഇനി എങ്ങാനും ട്രെയിൻ മിസ്സാകുമോ എന്ന്. പക്ഷേ ഇല്ല, ഓൺ ടൈം തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് പറ്റി. നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തി. ദിസ് ഈസ് ജിമൻ സ്നാപ്പ് അയക്കുന്ന തിരക്കിലാണ്. ശില്പ ആൻഡ് വിച്ചു ഇവിടെ റീച്ചായി. കുറച്ച് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറിയിട്ടിരിക്കാം എന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ദിസ് ഇസ് ദേവു കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മളെല്ലാവരും തന്നെ 2015 മുതൽ ഫ്രണ്ട്സാണ്. നമ്മൾ ഒരുമിച്ച് ബദനി കോളേജിൽ BCom പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. നമ്മൾ യൂനോ ഒക്കെ കളിച്ചു, പിന്നെ മിക്കി മിനി ഡൊണാൾഡ്, ഡേസി ഡക്ക്, റോക്ക് പേപ്പർ സിസേഴ്സ് ഇതൊക്കെയായിരുന്നു. അങ്ങനെ ട്രെയിനിലെ ആൾക്കാരൊക്കെ ഇതെന്താ എവിടെ നിന്ന് വന്ന ആൾക്കാർ എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര സ്ട്രേഞ്ച് ആൻഡ് വിയേർഡായിട്ടാണ് നമ്മൾ നോക്കിയിട്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ജിമൻ ഹംഗ്രി ആയി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ഓൺ ടൈം ഹെൽത്തി ഫുഡ് കഴിക്കും. തൊട്ടടുത്ത് തന്നെ അൺഹെൽത്തി ഫുഡ് കഴിച്ച് മാതൃകയാവുന്ന ശില്പേനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ നേരം നമുക്കിരുന്ന് ബോറടിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം നിന്നു, കുറേ നേരം സംസാരിച്ചു, ഫോട്ടോ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുവായൂരെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ടൈം അറൗണ്ട് ഒരു 12-15 ആയി. ഭയങ്കര തിരക്കായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ടെമ്പിളിലോട്ട് പോകാനായിട്ട്. ഇവിടെ പുറത്തൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയിലും ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മളാരും തന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഇവിടെ എങ്ങും നോക്കിയിട്ട് ഹോട്ടൽസൊന്നും കണ്ടില്ല. അങ്ങനെ ആകെപ്പാട് ഈ ഒരു തട്ട് മാത്രമാണ് കണ്ടത്. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തേക്ക് പോകാനായിട്ടായിരുന്നു നമ്മുടെ ഐഡിയ. എല്ലാവരും ദോശ പറഞ്ഞു. ഞാൻ റെഗുലറായിട്ട് ടീയോ കോഫിയോ ഒന്നും കുടിക്കുന്ന ഒരു പേഴ്സണല്ല. പക്ഷേ ഇന്ന് എന്തോ ഒത്തിരി നേരം ട്രെയിനിലൊക്കെ ഇരുന്നൊരു ടയറിങ് ഫീലായിരുന്നു. അങ്ങനെ കുറച്ച് കട്ടൻ കാപ്പിയും ദോശയൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു 350 മീറ്റർ കൂടി കഴിഞ്ഞാൽ അമ്പലം എത്തും. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ. പോകുന്ന വഴിക്ക് തന്നെ ഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിൽ എത്തിക്കഴിഞ്ഞു. ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് എല്ലാവരുടെയും ആ ഒരു എനർജിയും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാണും. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പിരിച്വൽ ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എല്ലാവരും ഓവർ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ചോദിച്ചാലായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടിട്ട് തന്നെ ചെറുതായിട്ട് നമ്മളെ ലിഫ്റ്റ് പ്രാങ്ക് ചെയ്തു. ആരും പേടിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരു റൂമിൽ വന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിനി എപ്പോഴും അമ്പലത്തേക്ക് പോകണം എന്നുള്ള ഡിസ്കഷനിലൊക്കെ ആയിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകണം, അതിപ്പോൾ തന്നെ റെഡിയായി പോകാമോ, അങ്ങനത്തെയൊക്കെ ഒരു കൺഫ്യൂഷൻ തോക്കായിരുന്നു. പിന്നെ നാളെ ഇടുന്ന ഡ്രസ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് അമ്പലത്തേക്ക് പോകാനായിട്ട് റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വി വർ ലൈക്ക് ജസ്റ്റ് ഒരു 1 അവർ റെസ്റ്റ് ചെയ്ത് പിന്നെ വേഗം എണീച്ച് അമ്പലത്തേക്ക് പോകാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു കിടന്നത്. പക്ഷേ 4 മണിയായി, 5 മണിയായി, 6 മണിയായി, ആർക്കും ഉറങ്ങി എണീക്കാനായിട്ടുള്ള ഒരു എനർജി ഇല്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു 8 മണിയായപ്പോഴാണ് നമ്മൾ അമ്പലത്തേക്ക് തിരിക്കാം എന്നുള്ളൊരു ഐഡിയ തന്നെ സെറ്റായത്. അങ്ങനെ വിച്ചു ആൻഡ് ജിമ്മനും റെഡിയായി വന്നു. ഇനി ദീപുവിനെയും കൂടി നമ്മൾ റെഡിയാക്കി വേഗം അമ്പലത്തേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ക്യൂ ഒന്നും മോസ്റ്റ് പ്രോബ്ലി നിൽക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് തോന്നുന്നു. പാസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കയറാനായിട്ട് പറ്റുമായിരിക്കും. ഇവിടെ ശില്പ പറയുമായിരുന്നു രാവിലെ 3 മണിക്ക് എണിച്ച് നിർമ്മാല്യം തൊഴാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കിടന്ന ആൾക്കാരായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യരല്ലേ, കുറച്ച് ടയേർഡൊക്കെ ആയിപ്പോയി. അത് കാരണം കുറച്ച് നേരം കിടന്നേ പിന്നെ പോകാം എന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ റൂമൊക്കെ ഫുൾ മെസ്സിയാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തർ വന്ന് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുമായിരുന്നു. ദേവു
നല്ല അടിപൊളി ധാവണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശില്പയും നല്ല സൂപ്പറായിട്ട് സാരിയൊക്കെ എടുത്ത് വന്നായിരുന്നു. ഇനി ഇവരെ രണ്ടുപേരെയും കൂട്ടി ഇവിടെ നിന്ന് പൊക്കി നമ്മൾ നേരെ അമ്പലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും കുറച്ച് നേരം നടന്നു പോകാനായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമുക്കവിടെ പോയിട്ട് നമ്മുടെ ബാഗും ഫോണും ഒക്കെ ലോക്കർ റൂമിൽ വെച്ച് പിന്നെ വേണം പോകാൻ. ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂരേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അമ്പലത്തേക്ക് പോകാനും തൊഴാനും ഒക്കെ തന്നെ. അങ്ങനെ നമ്മൾ ദേവൂനും ശില്പയ്ക്കും പൂവ് മേടിക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഗുരുവായൂരിൻ്റെ നടയുടെ ഫ്രണ്ടിലൊക്കെ എത്താറായിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് നടന്നു പോവുകയാണ്. അകത്തേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല, അപ്പോൾ കൗണ്ടറിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. ദർശനത്തിന് കയറിയപ്പോൾ തന്നെ ഫുഡും വെള്ളം ഒന്നും കുടിക്കാണ്ടായിരുന്നു കയറിയത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ നേരെ നമ്മൾ അടുത്ത് കോൾഡ് കോഫി കിട്ടുന്ന സ്ഥലത്ത് പോയി ഭയങ്കര ഒരു റിലാക്സ്ഡ് ഫീലായിരുന്നു. ഇത് കുടിച്ചപ്പോൾ തന്നെ ദാഹമൊക്കെ മാറി കുറച്ചൊന്ന് എനർജറ്റിക് ആയ ഒരു ഫീലായിരുന്നു. ഈ ഒരു കോൾഡ് കോഫി ഷോപ്പ് ഒത്തിരി വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു. എനിവേസ് ട്രൈ ചെയ്ത് നോക്കിയാൽ വെറുതായിരുന്നു. എന്നിട്ട് നമ്മൾ അടുത്തുള്ള പപ്പടവും അതുപോലെ തന്നെ വൈപ്പീലി ഇതൊക്കെ നോക്കാനായിട്ട് അടുത്തുള്ള സ്റ്റോഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാണ്ട് പോയത് കാരണം തന്നെ വിശന്നിട്ട് എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. പിന്നെ നല്ല ഹംഗ്രി ആയത് കാരണം ഒരു ഗീ റോസ്റ്റ് ആഗ്രഹിച്ച് മേടിച്ചതായിരുന്നു. പക്ഷേ ഞാൻ അതങ്ങനെ എടുത്തു വായിൽ വെച്ച് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഭയങ്കര പുളിയും എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കഴിക്കണമല്ലോ, അത് കാരണം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച പിന്നെ നമ്മൾ വീണ്ടും നിയർബൈ ആയിട്ടുള്ള സ്റ്റോൾസിലൊക്കെ പോയി ഒത്തിരി എക്സ്പ്ലോർ ചെയ്തു. ടോയ്സ് ഷോപ്പിലൊക്കെ പോയി ഞാൻ എൻ്റെ നീസിനൊക്കെ കുറച്ച് ടോയ്സൊക്കെ മേടിക്കുകയുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. അവിടെ പുറത്തൊക്കെ ഇരുന്ന് എല്ലാവർക്കും നല്ല പിക്സൊക്കെ ജിമ്മൻ എടുത്ത് തന്നു. ഒരു 3-4 hours നമ്മൾ റൂമിലിരുന്നു റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയാണ് വീണ്ടും അടുത്ത ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കമൊന്നും അങ്ങോട്ട് ഒട്ടും ശരിയായില്ലായിരുന്നു. ഇനിയിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് കാരണം എല്ലാവരും ഇറങ്ങി അടുത്ത ഉള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയി ഉച്ചയ്ക്കുള്ള ലഞ്ച് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത്. ഫൈനലി നമ്മൾ ഗുരുവായൂരുന്ന റൂംസ് ഒക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടുത്തെ പഴയിടം രുചിയിൽ സദ്യ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എന്ത് പറഞ്ഞാലും ട്രിവാൻഡ്രം സദ്യ അല്ലല്ലോ. അതെ, ട്രിവാൻഡ്രത്ത് പഴയിടം ഉണ്ടെങ്കിലും തൃശ്ശൂരില് പഴയിടത്തിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക്. നമ്മളെല്ലാരും ഭയങ്കര ടയേർഡാണ്. അത് കാരണം റൂമിൽ പോയി നമ്മുടെ ട്രഡീഷണൽ അറ്റയറൊക്കെ മാറ്റിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. സോ ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ പഴയിടം രുചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗുരുവായൂർ ടെമ്പിളിൽ നിന്ന് വാക്കബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ നടന്നു വന്നതും സമയം പോയതൊന്നും തന്നെ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ സദ്യ കഴിക്കാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് സദ്യ. എനിക്ക് എന്ത് സദ്യ തന്നാലും ഞാൻ കഴിക്കാൻ റെഡിയാണ്. എനിക്ക് ട്രിവാൻഡ്രം സദ്യയുടെ അത്ര എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പ് ആയത് കാരണം ഒരു നല്ലൊരു മീൽ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ സദ്യയൊക്കെ വിളമ്പി വന്നപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഡിസപ്പോയിൻറ്റഡ് ആയി. ബിക്കോസ് സദ്യയിൽ എനിക്ക് മാംഗോ പിക്കിൾ ഇല്ലാത്തത് കണ്ടപ്പോൾ തന്നെ ടു ബി ഫ്രാങ്ക് എനിക്ക് വിഷമമായി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പറയുകയാണ് വിഷമിക്കാണ്ടില്ലേ പോട്ടെ ഉള്ളത് വെച്ച് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര അടിപൊളി സദ്യയായിരുന്നു എന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓക്കെ സദ്യയായിരുന്നു. ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. ബിക്കോസ് എനിക്ക് അതിൻ്റെ എനർജിയൊക്കെ ടോട്ടലി ഡ്രെയിനായിട്ട് ഇരിക്കുകയായിരുന്നു മോർണിംഗ് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാഞ്ഞത് കാരണം തന്നെ. ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കണ്ടില്ലേ, ഞങ്ങളിവിടെ സദ്യ അടിച്ച് കയറ്റുമ്പോൾ അവരവിടെ ചപ്പാത്തി പനീർ ബട്ടർ മസാല, അതും കോച്ചിന്റെ പെർമിഷനോട് കൂടി. ഗുരുവായൂർ നിൽക്കണം. സദ്യയൊക്കെ കഴിച്ചു, ഒറ്റ ഇടത്തിന് അനങ്ങാനും നടക്കാനും വയ്യ. ഇവിടെ നിന്ന് ട്രെയിൻ ഇല്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. തേച്ചു ഇങ്ങോട്ട് വരും. സോ ഗൈസ്, നമ്മുടെ ഗുരുവായൂർ യാത്ര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാ കൊച്ചി എത്തുക എന്നുള്ളത്. പക്ഷെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷം കൊച്ചിയിൽ. See you in the next video.